നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചങ്ങി എയർപോർട്ടിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് മെക്ഡിയിൽ നിന്ന് കഴിച്ചിട്ടാണ് തുടക്കം. നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് രാവിലെയാണ്. സോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 8 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ നല്ല വയറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എയർപോർട്ടിൽ ജ്വൽ ഒക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അതിന് ശേഷം റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ജ്വൽ കാണണമെങ്കിൽ അവിടെ നിന്ന് സ്കൈ ട്രെയിൻ ഉണ്ട്. നമുക്ക് ലഗേജ് ഉണ്ടായിരുന്നു കയ്യിൽ. സ്റ്റോറേജിന് പെർ അവർ 5000 ഇന്ത്യൻ റുപ്പിയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലഗേജ് കയ്യിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ സിമ്മ് കയ്യിലുള്ള സിമ്മ് ഞാൻ റോമിങ് ആക്ടിവിറ്റി ചെയ്തത്. ഞാൻ മിക്ക കൺട്രീസ് പോകുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അവിടെ സിംഗപ്പൂരിൽ സിങ്ടെൽ എന്നെന്തോ പറഞ്ഞിട്ട് സിം ഉണ്ട് കേട്ടോ. അതും നല്ല ചീപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇന്ത്യ ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു അബുദാബി ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ടു സിംഗപ്പൂർ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസാണ് എടുത്ത്. സൂപ്പർ ഫ്ലൈറ്റാണ് കേട്ടോ. കഴിയുന്നതും അതെടുക്കാൻ നോക്കും. അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. ഞാൻ ഓർച്ചഡിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഹോട്ടൽ ഡീറ്റെയിൽസ് അങ്ങനെ നിങ്ങൾ ഏത് പ്ലേസിലാണ് നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഹോട്ടലിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ശേഷം വൈകിട്ട് ഗാർഡൻസ് ബൈ ദ ബേയിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഗാർഡൻസ് ബൈ ദ ബേയിൽ പോയി. ഇവിടെ ഫസ്റ്റ് ക്ലൗഡ് ഫോറസ്റ്റ് ആണ് കേട്ടോ വിസിറ്റ് ചെയ്തത്. ടിക്കറ്റ്സ് ഒക്കെ ക്ലൂക്ക് വഴിയാണ് എടുത്ത്. കുറച്ചുകൂടെ ചീപ്പർ റേറ്റ്സിന് കിട്ടും. മസ്റ്റ് വിസിറ്റാണ് ക്ലൗഡ് ഫോറസ്റ്റ്. അത് നമുക്കൊരു ജുറാസിക് വേൾഡ് എക്സ്പീരിയൻസ്, ലൈക്ക് ഒരു മിസ്റ്റി ക്ലൗഡ് ഫോറസ്റ്റ് ആംബിയൻസ് നല്ല രസമായിരുന്നു. ഈ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വാട്ടർഫോൾ ഉണ്ട്. എൻട്രൻസിൽ തന്നെ ഒരു 35 മീറ്റർ വാട്ടർഫോൾ ഉണ്ട്. പിന്നെ അവിടെ ക്ലൗഡ് മൗണ്ടൻ കാണാൻ പറ്റും. പിന്നെ നല്ല രസമുള്ള വാക്ക് വേസ്, പിന്നെ ക്രിസ്റ്റൽ മൗണ്ടൻ, നല്ല ഡിജിറ്റൽ ആർട്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അങ്ങനെ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യുമ്പോഴുള്ള നമുക്ക് പൈസ വേസ്റ്റ് ആവില്ല കേട്ടോ. ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാട്ടിലും ക്ലൂക്ക് വഴി എടുത്തു കഴിഞ്ഞാൽ നല്ല ഓഫർ പ്രൈസിന് കിട്ടും. ക്ലൗഡ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയത് ഫ്ലവർ ഡോമിലേക്കാണ്. അതും നല്ല സീനിക് ആയിട്ടുള്ള നല്ലൊരു ഫീലാണ് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ ഗാർഡൻസ് ബൈ ദ ബേയിൽ ട്രീ ഗ്രോവ്സിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. അത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ ലൈറ്റ് ഷോ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഗാർഡൻസ് ബൈ ദ ബേയിൽ ലൈറ്റ് ഷോ മാത്രം കാണേണ്ടവർക്ക് ഇത് കാണാനായിട്ട് പോകാം കേട്ടോ. 7:45-നും 8:45-നും ഷോ ഉണ്ട്. അതാണ് എൻ്റെ ഓർമ്മ.
അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് നമ്മൾ റൂമിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ നമുക്ക് ലിറ്റിൽ ഇന്ത്യ, ചൈന ടൗൺ, പിന്നെ അറബ് സ്ട്രീറ്റ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു പ്ലാന്. ലിറ്റിൽ ഇന്ത്യ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ഒരു കളർഫുള്ളായിട്ടുള്ള ഹൗസാണിത്, ഫോമർ ഹൗസ് ഓഫ് ടാൻ തെങ്നിയ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു പോണ്ടിച്ചേരി ഫീലൊക്കെയാണ് കിട്ടിയത് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ അതെ ഗാന്ധി മെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഇന്ത്യൻ വൈബ്സ് കിട്ടുന്നില്ലേ. ഈ ലിറ്റിൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് സ്ട്രീറ്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നോക്കി നോക്കൂ, നമ്മളൊരു തമിഴ്നാടൊക്കെ നടക്കുന്ന അതേമാതിരി തന്നെയാണ്. ശരിക്കും കേരളത്തിനൊക്കെ കൂടുതലൊരു തമിഴ്നാട് സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് അവിടെയുള്ള ഇന്ത്യൻ ഹെറിറ്റേജ് സെൻ്ററാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ആളുകൾ ആ സ്ട്രീറ്റിനെ നോക്കിയിട്ട് ആ സ്ട്രീറ്റ് ഡ്രോ ചെയ്യാണ്. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അവിടെ അതിൻ്റെ തൊട്ട് മുന്നിലിരുന്നിട്ട് അതിൻ്റെ പടം അങ്ങനെ വരയ്ക്കുന്നു. എനിക്ക് എല്ലാവരും അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഹെറിറ്റേജ് എന്തുകൊണ്ട് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യയുടെ ട്രഡീഷനും കൾച്ചറൊക്കെ അറിയാമെങ്കിലും വേറൊരു കൺട്രിയിൽ അതിനെപ്പറ്റി എങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്നൊന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊന്നും എവിടെയും പോയി കാണില്ല. അറ്റ്ലീസ്റ്റ് വേറൊരു സ്ഥലത്ത് നമ്മൾ റൂട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനൊരു രസം. ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ട ലാംഗ്വേജിൽ അതിങ്ങോട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഡിവൈസായിരുന്നു. അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ ചെവിയിൽ വെക്കണം, അതാണ്.
എന്താ പറയുക, ഫിൽറ്റർ കോഫിയുടെ ഫിൽറ്റർ ചായയുടെ എന്താ പറയുക, സന്മാവനം, വാട്ടർ ബോയിലർ, സാവിത്രി നടരാജൻ, രാമലിംഗം, എയർലി 20s. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് നമ്മുടെ നെക്സ്റ്റ് പ്ലാന് ചൈന ടൗൺ വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇവിടെ കുറച്ച് കിഡ്സ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ധോണിയുടെ ഉള്ളതുകൊണ്ടേ. അത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളൊരു ടാക്സി എടുത്ത്, ഗ്രാബാണ് കേട്ടോ ടാക്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയാൻ മറന്നു. സിംഗപ്പൂരിലെ ഏറ്റവും ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ MRT ആണ് കേട്ടോ, അതായത് നമ്മുടെ മെട്രോ, പിന്നെ ബസ്, പിന്നെ ടാക്സി എടുക്കുകയാണെങ്കിൽ ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതാണ് ബെസ്റ്റ് റേറ്റ് കിട്ടാൻ നല്ലത്. ഇത് നോക്കിയേ, ശ്രീ മാരിയമ്മൻ ടെമ്പിൾ ചൈന ടൗണിലാണ് ഉള്ളതെന്ന് ആലോചിക്കണം കേട്ടോ. Also, do you have this chicken and rice? I will chicken and rice. Yeah. Because do you love trying new foods? ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മസ്റ്റായിട്ട് സിംഗപ്പൂർ വിസിറ്റ് ചെയ്താൽ യു ഷുഡ് ഗോ ടു ലവ് പാസ ഹോക്കർ സെന്റർ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. വൺ അമംഗ് ദാറ്റ് ഈസ് സെതായ്. നമ്മൾ ചിക്കൻ ആൻഡ് ബീഫ് സെതായ് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആ ഡിപ്പ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ദെൻ വി ട്രൈഡ് പോർക്ക് റിബ് നൂഡിൽ. പുള്ളിയുടെ എക്സ്പ്രഷൻ നോക്കണ്ട കേട്ടോ, ഇറ്റ് വാസ് ഗുഡ് ആസ് വെൽ. ദെൻ വി ട്രൈഡ് സെക്യുലൻ പ്രോൺ ഡംപ്ലിങ്സ്. അത് സെത്തായുടെ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. ദെൻ വി ട്രൈഡ് ഹൊക്കൈഡോ ചീസ് കേക്ക്. അവിടെ ബട്ടർ ആൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അത്. ഹൊക്കൈഡോ ചീസ് കേക്ക് നല്ല ഫ്ലഫി, ബാലൻസ്ഡ് ഷുഗർ, കഴിക്കുമ്പോൾ ഒരു നൈസ് ഫീലിംഗ് തരുന്ന ഒരു കേക്കായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ദെൻ വി ട്രൈഡ് തിരാമിസു ഫ്ലേവേർഡ് കേക്ക് ആസ് വെൽ. അതും നല്ലതായിരുന്നു. സോ വീണ്ടും വേറെ ഫുഡ് വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.